ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 22-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ 22-ാധ്യായഃ. മൈത്രേയ ഉവാച ഏവമാവിഷ്കൃതാശേഷഗുണകർമ്മോദയം മുനിം സവ്രീഡൈവതം സമ്രാട് ഉപാഹൃതമുവാച. മനുരുവാച ബ്രഹ്മാസൃജത്സ്വമുഖതോ യുഷ്മാനാത്മപരീപ്സയാ ഛന്ദോമയസ്തപോ വിദ്യ യോഗയുക്താനലംബടാൻ തത്രാണായാസൃജച്ചാസ്മാൻ ദോ സഹസ്രാത് സഹസ്രപാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രമംഗം പ്രചക്ഷതേ അതോ ഹ്യന്യോന്യമാത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷതഃ രക്ഷതി സ്മാവ്യയോ ദേവ സയഃ സദസദാത്മകഃ തവ സന്ദർശനാദേവ ഛിന്നാമേ സർവസംശയാഃ യത് സ്വയം ഭഗവാൻ പ്രീത്യ ധർമ്മമാഹ വിരക്ഷിഷോ ദിഷ്ട്യാ മേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശോ യോ കൃതാത്മനാം ദിഷ്ട്യാ പാദരജസ്പൃഷ്ടം ശ്രീഷ്ണാ മേ ഭവതഃ ശിവം ദിഷ്ട്യാ ത്വയാനുശിഷ്ടോഹം കൃതശ്ചാനുഗ്രഹോ മഹാൻ അപാവൃതൈഃ കർണരന്ധ്രൈർ ജുഷ്ടാ ദിഷ്ട്യോഷതീർഗിരാ സ ഭവാൻ ദുഹിതൃസ്നേഹ പരിക്ലിഷ്ടാത്മനോ മമ ശ്രോതുമർഹതി ദീനസ്യ ശ്രാവിതം കൃപയാ മുനേ. അടുത്തത് 9-ാമത്തെ ശ്ലോകം. പ്രിയവ്രതോത്താനപദോ സ്വസേയം ദുഹിതാ മമ അൻവിച്ഛതി പതിം യുക്തം വയശീലഗുണാദിഭിഃ. പ്രിയവ്രതോത്താനപദോ സ്വസേയം ദുഹിതാ മമ അൻവിച്ഛതി പതിം യുക്തം വയശീലഗുണാദിഭിഃ. ആ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ ആ സഹോദരി, എൻ്റെ പുത്രി പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയുമായ ഇവൾ ആ വയസ്സ്, ശീലം, ഗുണം എന്നിവകളാൽ ആ യോജിച്ചവനായിരിക്കുന്ന വരനെ അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. മമ ദുഹിത, എൻ്റെ പുത്രിയും, പ്രിയവ്രതോത്താനപദോ, ആ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സ്വസ സഹോദരിയും ആയിരിക്കുന്ന ഇയം ഇവൾ, വയശീലഗുണാദിഭി, വയസ്സ്, ശീലം, ഗുണം എന്നിവകളാൽ തനിക്ക് യുക്തം യോജിച്ചവനായിരിക്കുന്ന പതിം വരനെ അന്വിച്ഛതി അന്വേഷിക്കുന്നു. ഒന്നും കൂടി പറയാം. മമ ദുഹിത, എൻ്റെ പുത്രിയും, പ്രിയവ്രതോത്താനപാദോ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സ്വസ സഹോദരിയുമായിരിക്കുന്ന ഇയം ഇവൾ, വയശീലഗുണാദിഭി, വയസ്സ്, ശീലം, ഗുണം എന്നിവകളാൽ തനിക്ക് യുക്തം യോജിച്ചവനായിരിക്കുന്ന പതിം പതിയെ അന്വിച്ഛതി വരനെ അന്വേഷിക്കുന്നു. അപ്പൊ അതിലത്തെ അന്വയം മമ ദുഹിത പ്രിയവ്രതോത്താനപദോ സ്വസ ഇയം വയശീലഗുണാദിഭിഃ യുക്തം പതിം അന്വിച്ഛതി. എന്നുകൂടി പറയാം. മമ ദുഹിത പ്രിയവ്രതോത്താനപദോ സ്വസ ഇയം വയശീലഗുണാദിഭിഃ യുക്തം പതിം അന്വിച്ഛതി. അതായത് എൻ്റെ പുത്രിയും പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയുമായിരിക്കുന്ന ഇവൾ വയസ്സ്, ശീലം, ഗുണം എന്നിവകളാൽ തനിക്ക് യോജിച്ചവനായിരിക്കുന്ന വരനെ അന്വേഷിക്കുന്നു. എൻ്റെ പുത്രിയും പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയുമായിരിക്കുന്ന ഇവൾ വയസ്സ്, ശീലം, ഗുണം എന്നിവകളാൽ തനിക്ക് യോജിച്ചവനായിരിക്കുന്ന വരനെ അന്വേഷിക്കുന്നു. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയും എൻ്റെ പുത്രിയുമായ ഇവൾ വയസ്സ്, ശീലം, ഗുണം ഇത്യാദികളാൽ തനിക്ക് അനുരൂപനായിരിക്കുന്ന ഭർത്താവിനെ അന്വേഷിക്കുന്നു. പുത്രിക്ക് അനുരൂപനായ വരനെ കണ്ടുപിടിക്കാനാണ് താൻ വന്നത് എന്ന സാരം. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീധരാചാര്യ സ്വാമികൾ ഇപ്രകാരം പറയുന്നു. പ്രിയവ്രതോത്താനപദോ സ്വസേതി പുത്രികാകരണശങ്ക നിരസ്താ മമ സുതേതി ക്ഷത്രകന്യാ തവ യോഗ്യേതി ദർശിതം. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരി എന്നതിനാൽ പുത്രികാകരണ ശങ്കയ്ക്ക് അവകാശമില്ല. എൻ്റെ മകൾ എന്ന് പറഞ്ഞതിനാൽ ക്ഷത്രിയ കന്യകയാണെന്നും അങ്ങയ്ക്ക് വിവാഹത്തിന് യോഗ്യയെന്നും കാണിക്കപ്പെടുന്നു. പ്രിയവ്രതശ്ച ഉത്താനപാശ്ച പ്രിയവ്രതോത്താനപാദൗ തയോഹോ പ്രിയവ്രതോത്താനപദോ ഇതരേതരദ്വന്ദ്വ സമാസം. ഗാരാന്തം പുല്ലിംഗം. അങ്ങനെ ആ പുത്രിയെ
വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഇവളിലുണ്ടാകുന്ന പുത്രനെ ഞാൻ എൻ്റെ പുത്രനായിട്ട് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാണ് പുത്രികാകരണം. സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാരിൽ മൂത്തവൾ ആകൂതിയാണ്. ആകൂതിയെ തനിക്ക് പുത്രന്മാരുണ്ടായിട്ടും പുത്രികാധർമ്മപ്രകാരമാണ് രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തതെന്ന് ചതുർത്ഥം 1-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദേവഹൂതിയെ സ്വീകരിച്ചാൽ തനിക്ക് ഇതേ ഗതി തന്നെ വരുമോ എന്ന് കർദമൻ ന്യായമായും സംശയിക്കാം. അതൊരു അസാധാരണ സംഭവമാകയാൽ ഭ്രാതൃമതിയാണെന്ന് കർദമനെ ധരിപ്പിച്ചാൽ പുത്രീകരണ ശങ്കയ്ക്ക് അവകാശമില്ല എന്നതാണ് അഭിപ്രായം. ബ്രാഹ്മണന് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യകന്യകമാരെ വിവാഹം കഴിക്കാമെന്ന് ശാസ്ത്രവിധിയുണ്ട്. തിസ്രോ വർണ്ണാന് പൂർവ്വേണ ദ്വേ തഥൈകാ യഥാക്രമം ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ഭാര്യ സ്വാ ശൂദ്രജന്മനഃ. അപ്പോൾ ഇവിടെ ഇതിൽ ആ പ്രിയംവ്രതൻ്റെയും ഉത്താനപാദൻ്റെയും സഹോദരിയായ എൻ്റെ ഈ പുത്രി വയസ്സ്, ശീലം, ഗുണം എന്നിവയോട് കൂടിയവനും യോഗ്യനുമായിരിക്കുന്ന ഭർത്താവിനെ ആഗ്രഹിക്കുന്നു. മനു ചെയ്യുന്ന പ്രാർത്ഥന: പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയായിരിക്കുന്ന ഇവൾ എൻ്റെ പുത്രിയാകുന്നു. പ്രായം, സൗശീല്യം, ഗുണം മുതലായ യോഗ്യതകൾ തികഞ്ഞിരിക്കുന്ന അനുരൂപവരനെ ഇവൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിലെ വ്യാഖ്യാനം നമുക്കൊന്ന് നോക്കാം. പ്രിയവ്രതോത്താനപദോ സ്വസ, പ്രിയവ്രതൻ, ഉത്താനപാദൻ ഇവരുടെ സഹോദരി ആയ മേ കന്യേയം, ഈ കന്യക, വയശീല ഗുണാദിഭിർ യോഗ്യം, വയസ്സ്, ശീലം, ഗുണം ഇവകളാൽ യോഗ്യയാണ്. പതിം ഇച്ഛന്തി, യോഗ്യയായിരിക്കുന്ന പതിയെ ആഗ്രഹിക്കുന്നു. പ്രിയവ്രതോത്താനപദോ സ്വസ മേ കന്യേയം വയശീല ഗുണാദിഭിർ യോഗ്യം പതിം ഇച്ഛതി എന്നുള്ളതാണ്, പതിം ഇച്ഛന്തി എന്നുള്ളതാണ് ഇതിലത്തെ ആ വ്യാഖ്യാനം വരുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യദാതു 10-ാമത്തെ യദാതു ഭവത ശീല ശ്രുതരൂപയോ ഗുണാൻ ആശൃണോൻ നാരദാദേശ ത്വയ്യാസീത് കൃതനിശ്ചയം. യദാതു ഭവത ശീല ശ്രുതരൂപവയോ ഗുണാൻ ആശൃണോൻ നാരദാദേശ ത്വയ്യാസീത് കൃതനിശ്ചയ. ഇവൾ യദാതു ഇവൾ എപ്പോഴാണോ നാരദങ്കൽ നിന്ന് അങ്ങയുടെ യദാതു ഭവത ശീല ശ്രുതരൂപവയോ ഗുണാൻ, നാരദങ്കൽ നിന്ന് അങ്ങയുടെ സ്വഭാവം, വിദ്യാഭ്യാസം, സൗന്ദര്യം, പ്രായം, ഗുണം എന്നിവയെപ്പറ്റി കേട്ടത്. ആശൃണോ നാരദാത് ഏഷാത് ത്വയ്യാസീത് കേട്ടത് അന്ന് തന്നെ, അപ്പോൾ തന്നെ അങ്ങയിൽ മനസ്സുറപ്പിച്ചവളായിട്ട് ഭവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ആശൃണോ നാരദാദേശ ത്വയ്യാസീത് കൃതനിശ്ചയം. അപ്പൊ ഏഷ ഇവൾ, യദാതു എപ്പോഴാണോ, നാരദാത് നാരദങ്കൽ നിന്ന്, ഭവതഃ അങ്ങയുടെ, ശീലശ്രുതരൂപവയോ ഗുണാൻ സ്വഭാവം, വിദ്യാഭ്യാസം, സൗന്ദര്യം, പ്രായം, ഗുണം എന്നിവയെപ്പറ്റി ആശൃണോത് കേട്ടത്, തദാ ത്വയി അപ്പോൾ മുതൽ അങ്ങയിൽ, കൃതനിശ്ചയ മനസ്സുറപ്പിച്ചവളായിട്ട്, ആസീത് ഭവിച്ചിരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഏഷ ഇവൾ, യദാതു എപ്പോഴാണോ, നാരദാത് നാരദങ്കൽ നിന്ന്, ഭവതഃ അങ്ങയുടെ, ആ ശീലശ്രുതരൂപവയോ ഗുണാൻ സ്വഭാവം, വിദ്യാഭ്യാസം, സൗന്ദര്യം, പ്രായം, ഗുണം എന്നിവയെപ്പറ്റി ആശൃണോത് കേട്ടത്, തദാ ത്വയി അപ്പോൾ മുതൽ അങ്ങയിൽ, കൃതനിശ്ചയ മനസ്സുറപ്പിച്ചവളായിട്ട്, ആസീത് ഭവിച്ചിരിക്കുന്നു. ഫലിതാന്വയം: ഏഷ യദാതു നാരദാത് ഭവതഃ ശീലശ്രുതരൂപവയോ ഗുണാൻ ആശൃണോത് തദാ ത്വയി കൃതനിശ്ചയഃ ആസീത്. ഒന്നും കൂടി പറയാം. ഏഷ യദാതു നാരദാത് ഭവതഃ ശീലശ്രുതരൂപവയോ ഗുണാൻ ആശൃണോത് തദാ ത്വയി കൃതനിശ്ചയ ആസീത്.
അപ്പോൾ ഇവൾ എപ്പോഴാണോ നാരദങ്കിൽ നിന്ന് അങ്ങയുടെ സ്വഭാവം, വിദ്യാഭ്യാസം, സൗന്ദര്യം, പ്രായം, ഗുണം എന്നിവയെപ്പറ്റി കേട്ടത്, അപ്പോൾ മുതൽ അങ്ങയിൽ മനസ്സുറപ്പിച്ചവളായിട്ട് ഭവിച്ചിരിക്കുന്നു. ഇവൾ എപ്പോഴാണോ നാരദങ്കിൽ നിന്ന് അങ്ങയുടെ സ്വഭാവം, വിദ്യാഭ്യാസം, സൗന്ദര്യം, പ്രായം, ഗുണം എന്നിവയെപ്പറ്റി കേട്ടത്, അപ്പോൾ മുതൽ അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ചവളായിട്ട് ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭവാന്റെ ശീലം, ജ്ഞാനം, സൗന്ദര്യം, താരുണ്യം മുതലായ ഗുണങ്ങൾ നാരദനിൽ നിന്ന് കേട്ട നാൾ മുതൽ ഇവൾ അങ്ങയിൽ ഭർതൃഭാവത്തോടു കൂടിയവൾ ആയിരിക്കുന്നു. കാമപുരുഷാർത്ഥം സാധിക്കേണ്ടതിന് അസമുചിതമായിരിക്കുന്ന ഗുണം, വയസ്സ്, ശീലം, ധർമ്മം ഇവ സാധിക്കുന്നതിന് വേണ്ട സത്സ്വഭാവം, അർത്ഥം സാധിപ്പാൻ ആവശ്യമായത് വീര്യാദി ഗുണം, മോക്ഷം സാധിക്കേണ്ടതിനാവശ്യമായ ഭക്തിജ്ഞാനാദികൾ, ഇങ്ങനെ 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുവാൻ മതിയായ ഗുണവാനായിരിക്കണം വരൻ എന്നാണ് അഭിപ്രായം. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാർ എനിക്കുള്ളത് കൊണ്ട് ഇവളിലുണ്ടാകുന്ന സന്താനത്തെ, അതൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയണം. അവന് ചെയ്യുന്ന പ്രാർത്ഥന, പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയായ ഇവൾ എൻ്റെ പുത്രിയാകുന്നു. പ്രായം, ശീലം, ഗുണം ഇവകളെ കൊണ്ടൊക്കെ അനുരൂപ വരനെ ഇവൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ കാമപുരുഷാർത്ഥം സാധിക്കേണ്ടതിന് സമുചിതമായിരിക്കുന്ന ഗുണം, വയസ്സ്, ധർമ്മം ഇവ സാധിക്കുന്നതിന് വേണ്ട ആ സത്സ്വഭാവം, അർത്ഥം സമ്പാദിപ്പാൻ വേണ്ട വീര്യാദി ഗുണം, മോക്ഷം സാധിക്കേണ്ടതിനാവശ്യമായിരിക്കുന്ന ഭക്തിജ്ഞാനാദികൾ, ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങളും സാധിക്കുവാൻ മതിയായ ഗുണവാനായിരിക്കുന്ന വരൻ എന്നാണ് അവിടെ ആ ഭർത്താവിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇതിനെ പറ്റിയിട്ടൊക്കെ അങ്ങയുടെ വിദ്യാസമ്പത്ത്, സത്സ്വഭാവം, സൗന്ദര്യം, യൗവനയുക്തമായ പ്രായം, ഭക്ത്യാദി ഗുണങ്ങൾ ഇവയെ നാരദമുനിയിൽ നിന്നും വിശ്വാസപൂർവം കേട്ട സമയം മുതൽക്ക് ഭർത്താവായിരിക്കാൻ യോഗ്യപുരുഷൻ അങ്ങുന്നു തന്നെ എന്നിവർ നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാർ എനിക്കുള്ളത് കൊണ്ട് ഇവളിലുണ്ടാകുന്ന സന്താനത്തെ പുത്രത്വേന സ്വീകരിപ്പാൻ ആഗ്രഹം എനിക്കില്ലതാനും. ക്ഷത്രിയനായ എൻ്റെ പുത്രി ബ്രാഹ്മണനായ അങ്ങയ്ക്ക് സ്വീകാരയോഗ്യയും ആകുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ ശീലം, വിദ്യ, രൂപം, വയസ്സ് മുതലായ ഗുണങ്ങൾ നാരദമുഖത്തു നിന്നും ശ്രവിച്ചത് മുതൽ ഇവൾ അങ്ങയെ മാത്രമേ വരിക്കൂ എന്ന നിശ്ചയത്തോടെ ഇരിക്കുകയാണ്. അപ്പം അതിലത്തെ വ്യാഖ്യാനം, നാരദനിൽ നിന്ന്, തവ ഗുണാദീൻ അങ്ങയുടെ ഗുണങ്ങളെ, ശ്രുത്വ കേട്ടിട്ട്, ത്വയി അങ്ങയുടെ കൃതനിശ്ചയ അങ്ങയെ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള നിശ്ചയം, ജാത ഉണ്ടായി അവൾക്ക്. അപ്പോൾ നാരദാത് തവ ഗുണാദീൻ ശ്രുത്വ ത്വയി കൃതനിശ്ചയ ജാത എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പം അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. തത് പ്രതീച്ഛദ്വിജാഗ്രേ മാം ശ്രദ്ധയോപഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ ഗൃഹമേധിഷു കർമ്മസു. തത് പ്രതീച്ഛദ്വിജാഗ്രേ മാം ശ്രദ്ധയോപഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ ഗൃഹമേധിഷു കർമ്മസു. അല്ലയോ ആ ബ്രാഹ്മണ, ദ്വിജാഗ്ര്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, തത് അതിനാൽ, അതുകൊണ്ട്, ശ്രദ്ധയോടെ, മയാ എന്നാൽ ഇവിടെ കൊണ്ടുവരപ്പെട്ടവളും, അങ്ങയുടെ ആ ഗൃഹസ്ഥ കാര്യങ്ങളിൽ സർവാത്മന എല്ലാ പ്രകാരവും അനുരൂപം യോജിപ്പുള്ളവളുമായിരിക്കുന്ന ഇമാം ഇവളെ പ്രതീച്ഛ സ്വീകരിച്ചാലും, തത് പ്രതീച്ഛ അതുകൊണ്ട് ഇവളെ സ്വീകരിച്ചാലും, യുജാഗ്രേ മാം അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ ശ്രദ്ധയോപഹൃതം ശ്രദ്ധയോടെ കൊണ്ടുവന്ന മയാ എൻ്റെ പുത്രി, സർവാത്മനാനുരൂപാം എല്ലാ ആത്മാവ് കൊണ്ടും അനുരൂപൻ ആയിരിക്കുന്ന തേ അങ്ങയുടെ ഗൃഹമേധിഷു പത്നിയാവാൻ യോജിപ്പുള്ളവളുമായിരിക്കുന്ന ഇവളെ കർമ്മസു അവരുടെ കർമ്മങ്ങളും ഒക്കെ ഗൃഹസ്ഥശ്രമ കർമ്മങ്ങളും ഒക്കെ അങ്ങക്ക് അനുരൂപമായിട്ടുള്ളതാണ്. അങ്ങയുടെ ഇവളെ പ്രതീച്ഛ ഇവളെ സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോൾ ഹേ ദ്വിജാഗ്ര്യ അല്ലയോ ബ്രാഹ്മണ,
തൽ അതിനാൽ, ശ്രദ്ധയാ ശ്രദ്ധയോടെ, മയാ എന്നാൽ, ഉപഹൃതാം ഇവിടെ കൊണ്ടുവരപ്പെട്ടവളും, തേ അങ്ങയുടെ, ഗൃഹമേധിഷു കർമ്മസു ഗൃഹസ്ഥാശ്രമ കാര്യങ്ങളിൽ, സർവാത്മന എല്ലാ പ്രകാരവും, അനുരൂപാം യോജിപ്പുള്ളവളുമായിരിക്കുന്ന, ഇമാം ഇവളെ, പ്രതീച്ഛ സ്വീകരിച്ചാലും. ഒന്നും കൂടി പറയാം. ഹേ ദ്വിജാഗ്ര്യ അല്ലയോ ബ്രാഹ്മണ, തത് അതിനാൽ, ശ്രദ്ധയാ ശ്രദ്ധയോടെ, മയാ എന്നാൽ, ഉപഹൃതാം ഇവിടെ കൊണ്ടുവരപ്പെട്ടവളും, തേ അങ്ങയുടെ, ഗൃഹമേധിഷു കർമ്മസു ഗൃഹസ്ഥാശ്രമ കാര്യങ്ങളിൽ, സർവാത്മന എല്ലാ പ്രകാരവും, അനുരൂപാം യോജിപ്പുള്ളവളുമായിരിക്കുന്ന, ഇമാം ഇവളെ, പ്രതീച്ഛ സ്വീകരിച്ചാലും. പദത്തെ അന്വയം. ഹേ ദ്വിജാഗ്ര്യ തൽ ശ്രദ്ധയാ മയാ ഉപഹൃതാം തേ ഗൃഹമേധിഷു കർമ്മസു സർവാത്മന അനുരൂപാം ഇമാം പ്രതീച്ഛ. ഒന്നും കൂടി പറയാം. ഹേ ദ്വിജാഗ്ര്യ തൽ ശ്രദ്ധയാ മയാ ഉപഹൃതാം തേ ഗൃഹമേധിഷു കർമ്മസു സർവാത്മന അനുരൂപാം ഇമാം പ്രതീച്ഛ. അല്ലയോ ബ്രാഹ്മണ, അതിനാൽ ശ്രദ്ധയോടെ എന്നാൽ ഇവിടെ കൊണ്ടുവരപ്പെട്ടവളും, അങ്ങയുടെ ഗൃഹസ്ഥാശ്രമ കാര്യങ്ങളിൽ എല്ലാ പ്രകാരവും യോജിപ്പുള്ളവളുമായിരിക്കുന്ന ഇവളെ സ്വീകരിച്ചാലും. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അതിനാൽ ശ്രദ്ധയോടെ ഇവിടെ കൊണ്ടുവരപ്പെട്ടവളും, അങ്ങയുടെ ഗൃഹസ്ഥാശ്രമ കാര്യങ്ങളിൽ സർവാത്മന ഏത് പ്രകാരവും യോജിപ്പുള്ളവളുമായിരിക്കുന്ന ഇവളെ സ്വീകരിച്ചാലും. അല്ലയോ ദ്വിജശ്രേഷ്ഠ, ഇക്കാരണങ്ങളാൽ ശ്രദ്ധയോടെ ഞാൻ അങ്ങയുടെ സമീപത്ത് കൊണ്ടുവന്നവളും, അങ്ങക്ക് എല്ലാം കൊണ്ടും ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾക്ക് അനുരൂപയും ആയ ഇവളെ സ്വീകരിച്ചാലും. സമാനശീലാം ഗൃഹമേധതേനും ഉള്ളതാണ് വിശേഷണം ഇവിടെ. അപ്പോൾ ഭഗവാൻ ദ്വിജശ്രേഷ്ഠ, അതിനാൽ എന്നാൽ ശ്രദ്ധാപൂർവം സമർപ്പിക്കപ്പെട്ടവളും ഗൃഹസ്ഥ കർമ്മങ്ങളിൽ അങ്ങക്ക് സർവഥാ യോജിച്ചവളുമായിരിക്കുന്ന ഇവളെ സ്വീകരിച്ചാലും. അങ്ങയുടെ വിദ്യാസമ്പത്ത് അപ്പോൾ അതുകൊണ്ട് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ശ്രദ്ധയോടുകൂടെ എന്നാൽ അങ്ങയുടെ സമീപം പ്രാപിക്കപ്പെട്ടവളും ഗൃഹസ്ഥാശ്രമോചിതങ്ങളായിരിക്കുന്ന ആ സകല കർമ്മങ്ങളിലും അങ്ങക്ക് അനുരൂപയും ആയിരിക്കുന്ന ഇവളെ സ്വീകരിച്ചാലും. അപ്പം അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. മയാ ശ്രദ്ധയാനീതാം, എൻ്റെ ശ്രദ്ധയോടുകൂടി ഇവിടെ ആനയിക്കപ്പെട്ട, ഗൃഹസ്ഥാശ്രമ കർമ്മസു യോഗ്യ ഗൃഹസ്ഥാശ്രമ കാര്യകർമ്മങ്ങളിൽ യോഗ്യയായിരിക്കുന്ന ഇവളെ താം അങ്ങ് സ്വീകുരു സ്വീകരിച്ചാലും. മയാ ശ്രദ്ധയാനീതാം ഗൃഹസ്ഥ ആശ്രമ കർമ്മസു യോഗ്യാം താം സ്വീകുരു എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. അപ്പോൾ ഇവിടെ 12-ാമത്തെ, ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശസ്യത്തെ അപി നിർമുക്ത സംഗസ്യ കാമരക്തസ്യ കിം പുനഃ. ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശസ്യത്തെ അപി നിർമുക്ത സംഗസ്യ കാമരക്തസ്യ കിം പുനഃ. നിർമുക്ത സംഗസ്യ അപി, ആ നിസ്സംഗനായവന് പോലും, നിർമുക്ത സംഗസ്യ അപി നിസ്സംഗനായവന് പോലും, ഉദ്യതസ തന്നെ തേടി വരുന്ന കാമ്യവസ്തുവിൻ്റെ ഇഷ്ടമുള്ള വസ്തുവിൻ്റെ പ്രതിവാദ നിഷേധം, അതിൻ്റെ നിഷേധം, നശസ്യത ആശാസ്യം അല്ല, അത് നിഷേധിക്കുക ഒരു ആശാസ്യമായിട്ടുള്ള പ്രവൃത്തിയല്ല. കാമരക്തസ്യ വിഷയാസക്തന് പിന്നെ പറയേണ്ടതുണ്ടോ. നിർമുക്ത സംഗസ്യ അപി, നിസ്സംഗനായിരിക്കുന്ന ആയവന് പോലും, ഉദ്യതസ്യ തന്നെ തേടി വന്ന ആ കാമവസ്തുവിൻ്റെ നിഷേധം ആശാസ്യം അല്ല, പിന്നെ വിഷയാസക്തന് പറയാനുണ്ടോ എന്നാണ്. അപ്പം അതിലത്തെ പദങ്ങൾ നിർമുക്ത സംഗസ്യ അപി, നിസ്സംഗനായവന് പോലും, ഉദ്യതസ്യ തന്നെ തേടി വന്ന, കാമ്യവസ്തുവിൻ്റെ പ്രതിവാദ നിഷേധം, ന ശസ്യത്തെ ഹി ആശാസ്യമേ അല്ല, കാമരക്തസ്യ വിഷയാസക്ത പുനഃ കിം പിന്നെ പറയാനുണ്ടോ. താനേ വന്നു ചേർന്ന ഭോഗവസ്തുവെ ഉപേക്ഷിക്കുന്നത് വൈരാഗ്യം സിദ്ധിച്ചവർക്ക് പോലും ഭൂഷണമല്ല. കാമികളുടെ കഥ പിന്നെ പറയാനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിലത്തെ അന്വയം, നിർമുക്ത സംഗസ്യ അപി ഉദ്യതസ്യ കാമസ്യ പ്രതിവാദ ന ശസ്യത്തെ
കാമരക്തസ്യ പുനഃ കിം നിർമുക്തസംഗസ്യ അപി ഉദ്യതസ്യ കാമസ്യ പ്രതിവാദഃ ന ശസ്യതേ ഹി കാമരക്തസ്യ പുനഃ കിം. നിസ്സംഗനായവന് പോലും തന്നെ തേടി വന്ന കാമ്യവസ്തുവിന്റെ നിഷേധം ആശാസ്യമേ അല്ല. വിഷയാസക്തന് പിന്നെ അതിനെപ്പറ്റി പറയാനുണ്ടോ? അപ്പോൾ സ്വയം ഇങ്ങോട്ട് വന്ന ആ വിഷയത്തെ തിരസ്കരിക്കുന്നത് വിരക്തന് പോലും ഭൂഷണമല്ല. അപ്പോൾ പിന്നെ കാമിയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ടോ? നിരാകരിക്കുമോ എന്നുള്ള ശങ്ക നിമിത്തം പറയുന്നു. സ്വപ്രയത്നം കൂടാതെ തന്നെ ദൈവഗത്യാ സമീപത്ത് വന്നു ചേർന്നിരിക്കുന്ന ഭോഗസാധനങ്ങളെ ഉപേക്ഷിക്കുകയെന്നത് സർവസംഗത്തെയും പരിത്യജിച്ചിരിക്കുന്ന രോഗികൾക്ക് പോലും ശോഭനമായ കർമ്മമല്ല. വിഷയാശയം ഉള്ളവരെ കുറിച്ച് പിന്നെ പറയണം എന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിലത്തെ വ്യാഖ്യാനം സ്വതഃ പ്രാപ്തസ്യ സ്വന്തമായി യാതൊരു പ്രേരണയൊന്നും കൂടാതെ നേരിട്ട് സ്വന്തമായിട്ട് വന്നിട്ടുള്ള ആ പ്രാപ്തസ്യ ത്യാഗത്തെ വിരക്തന്മാർക്ക് പോലും സ്വയം പ്രാപ്തം ആയിരിക്കുന്ന ആ വസ്തുക്കളെ ത്യാഗിക്ക് പോലും ത്യജിക്കാൻ ആവില്ല. അത് ഉചിതം അല്ല. കിം പുനഃ കാമേ സക്തസ്യ, പിന്നെ കാമാസക്തരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ സ്വതഃ പ്രാപ്തസ്യ ത്യാഗോ വിരക്തസ്യാപി നോചിതഃ കിം പുനഃ കാമേ സക്തസ്യ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പം അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അപ്പോൾ യ ഉദ്യതൻ അനാദൃത്യകീനാശം അഭിയാചത്തെ ക്ഷീയത്തെ തദ്യശസ്ഫീതം മാനശ്ചാവജ്ഞയാ ഹതഃ. യ ഉദ്യതമനാദൃത്യകീനാശം അഭിയാചത്തെ ക്ഷീയത്തെ തദ്യശസ്ഫീതം മാനശ്ചാവജ്ഞയാ ഹതഃ. തന്നെ തേടി വന്നതിനെ അനാദരിച്ച കീനാശം പിശുക്കനെ ചെന്നുകണ്ട് യാചിക്കുന്നുവോ അവരുടെ യശസ് എത്ര വലുതായാലും അത് ക്ഷയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അഭിമാനവും അവജ്ഞയാൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. യഹ ഏതൊരാൾ ഉദ്യതം തന്നെ തേടി വരുന്നതിനെ അനാദരിച്ച് കീനാശം പിശുക്കനെ അഭിയാചതെ ചെന്ന് കണ്ട് യാചിക്കുന്നുവോ തദ്യശഃ അവൻ്റെ യശസ് സ്ഫീതം അപി എത്ര വലുതായാലും ക്ഷീയതേ ക്ഷയിക്കുന്നു. മാനഹച്ച അഭിമാനവും അവജ്ഞയാൽ ഹതഃ നഷ്ടപ്പെടുന്നു. ഒന്നുകൂടി പറയാം. യഹ ഏതൊരാൾ ഉദ്യതം തന്നെ തേടി വന്നതിനെ അനാദരിച്ച് കീനാശം പിശുക്കനെ അഭിയാചത്തെ ചെന്നുകണ്ട് യാചിക്കുന്നുവോ തദ്യശഃ അവൻ്റെ യശസ് സ്ഫീതം അപി എത്ര വലുതായാലും ക്ഷീയതേ ക്ഷയിക്കുന്നു. മാനഹ ചഹ അഭിമാനവും അവജ്ഞയാൽ ഹതഃ നഷ്ടപ്പെടുന്നു. തന്നെ തേടി വന്ന ഒരു ഭാഗ്യത്തെ അനാദരിച്ച് ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിസ്സാരന്മാരോട് യാചിക്കുന്നത് നിന്ദ്യമാണ്. അത്തരക്കാരൻ എത്ര യശസ്വിയായാലും അതെല്ലാം നശിച്ച് ജനങ്ങളുടെ അനാദരവിനാൽ അപമാനിതനാകുന്നു, പരിഹാസപാത്രമായിത്തീരുന്നു. ഇങ്ങോട്ട് വന്ന് ഭർത്തൃത്വം യാചിക്കുന്ന ദേവഹൂതിയെ തിരസ്കരിച്ച് വേറെ ഒരുത്തിയെ അന്വേഷിച്ചിറങ്ങിയാലത്തെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ആപൽക്കരമാണെന്ന് മനു ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം ഇങ്ങോട്ട് വന്ന വിഷയത്തെ തിരസ്കരിക്കുന്നത് വിരക്തന് പോലും ഭൂഷണമല്ല. അപ്പോൾ പിന്നെ കാമിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? യാതൊരാൾ സ്വന്തം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നവരെ ആദരിക്കാതെ തരുവാൻ മടിയുള്ള മറ്റൊരുത്തനോട് ചെന്ന് യാചിക്കുന്നുവോ അവൻ്റെ യശസ് വലുതാണെങ്കിലും നശിക്കുന്നു, അവൻ്റെ അഭിമാനം ലോകനിന്ദയാൽ ഹനിക്കപ്പെടുന്നു.
ഹേ വിദ്വാനായുള്ളവനെ, എല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങയോട് അധികം പറഞ്ഞിട്ട് ആവശ്യം ഇല്ല. സ്വതവേ തന്നെ സമീപത്ത് വന്നു ചേർന്നിരിക്കുന്ന വിഷയത്തെ ആദരപൂർവ്വം സ്വീകരിക്കാതെ പിന്നെ അതേ വിഷയസുഖം സാധനത്തെ കൃപണനായ ഒരുവന്റെ സമീപത്ത് ചെന്ന് യാചിക്കുന്ന ഒരുവന്റെ ഉജ്ജ്വലമായ കീർത്തി തൽക്ഷണം തന്നെ ക്ഷയിക്കുന്നു. അഭിമാനവും പരാപമാനത്താൽ നഷ്ടമായി പോകുന്നു. അപ്പോൾ അത് തന്നെയാണ്. അപ്പം ഇതിൽ വ്യാഖ്യാനത്തിൽ നമുക്ക് നോക്കാം. യഹ പ്രാപ്തം അനാദൃത്യ, കിട്ടിയതിനെ അനാദരിച്ചിട്ട് പുനഃ വേറെ ഒരു കൃപണം പ്രതി, ഒരു പിശുക്കന്റെ അടുത്ത് ചെന്നിട്ട് യാചത്തെ യാചിക്കുന്നത്, തസ്യ യശോ അവന്റെ യശസ്സിന്റെയും മാനത്തിന്റെയും അഭിമാനത്തെയും ഒക്കെ നശിപ്പിക്കുന്നു. ക്ഷീയത്തെ യഹ പ്രാപ്തം അനാദൃത്യ പുനഃ കൃപണം പ്രതി യാചത്തെ തസ്യ യശോ മാനശ്ച ക്ഷീയത്തെ ആണ് അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അഹം ത്വാശൃണവം വിദ്വൻ വിവാഹാർത്ഥം സമുദ്യതം അധസ്ത്വമുപകുർവാണഃ പ്രത്താം പ്രതിഗൃഹാണമേ. അഹം ത്വാശൃണവം വിദ്വൻ വിവാഹാർത്ഥം സമുദ്യതം അധസ്ത്വമുപകുർവാണഃ പ്രത്താം പ്രതിഗൃഹാണമേ. അല്ലയോ വിദ്വൻ, ത്വാ അഹം അങ്ങയെ ഞാൻ, അഹം ത്വാ ശൃണവം അങ്ങയെ ഞാൻ, അങ്ങയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, ശൃണവം കേട്ടിട്ടുണ്ട്, വിദ്വാൻ വിവാഹാർത്ഥം വിവാഹം കഴിപ്പാനായിട്ട്, സമുദ്യതം കഴിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനായിട്ട് അങ്ങയെ ഞാൻ കേട്ടിട്ടുണ്ട്. വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുന്നവനായിട്ട് അങ്ങയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ ഉപകുർവാണൻ ആയിരിക്കുന്ന അങ്ങ് എന്നാൽ നൽകപ്പെട്ടവളെ പരിഗ്രഹിച്ചാലും, അങ്ങനെ ഇരിക്കുന്ന അങ്ങ് ഞാൻ തരുന്ന ഇവളെ പാണിഗ്രഹണം ചെയ്താലും എന്നാണ് പറയുന്നത്. അപ്പൊ അതിലത്തെ പദങ്ങൾ ഹേ വിദ്വൻ, അല്ലയോ വിദ്വൻ, ത്വാ അഹം അങ്ങയെ ഞാൻ, വിവാഹാർത്ഥം സമുദ്യതം വിവാഹം കഴിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനായിട്ട് ആശ്രണവം കേട്ടിട്ടുണ്ട്, അതഹ അതിനാൽ, ഉപകുർവാണഃ ഉപകുർവാണൻ ആയിരിക്കുന്ന നൈഷ്ഠികൻ ബ്രഹ്മചാരി ഒക്കെ അതിൻ്റെ അർത്ഥം. ആ ഉപകുർവാണനായിരിക്കുന്ന ത്വം അങ്ങ് എന്നാൽ നൽകപ്പെട്ടവളെ പരിഗ്രഹിച്ചാലും അർത്ഥം. ഹേ വിദ്വൻ, അല്ലയോ വിദ്വൻ, ത്വാ അഹം അങ്ങയെ ഞാൻ, വിവാഹാർത്ഥം സമുദ്യതം വിവാഹം കഴിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനായി ആശൃണവം കേട്ടിട്ടുണ്ട്, അതഹ അതിനാൽ, ഉപകുർവാണഃ ഉപകുർവാണനായിരിക്കുന്ന ത്വം അങ്ങ് മേ എന്നാൽ പ്രത്താം നൽകപ്പെടുന്നവളെ പ്രതിഗൃഹാണ പരിഗ്രഹിച്ചാലും. അതിലത്തെ അന്വയം ഹേ വിദ്വൻ ത്വാ അഹം സമുദ്യതം, ത്വാ അഹം വിവാഹാർത്ഥം സമുദ്യതം ആശൃണവം, അതഃ ഉപകുർവാണഃ ത്വം മേ പ്രത്താം പ്രതിഗൃഹാണ. ഒന്നുകൂടി പറയാം. ഹേ വിദ്വൻ ത്വാ അഹം വിവാഹാർത്ഥം സമുദ്യതം ആശൃണവം, അതഃ ഉപകുർവാണഃ ത്വം മേ പ്രത്താം പ്രതിഗൃഹാണ. അല്ലയോ വിദ്വാൻ, അങ്ങയെ ഞാൻ ആ വിവാഹം കഴിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനായിട്ട് കേട്ടിട്ടുണ്ട്. അതിനാൽ ആ ഉപകുർവാണനായിരിക്കുന്ന അങ്ങ് എന്നാൽ നൽകപ്പെട്ടവളെ പരിഗ്രഹിച്ചാലും. അല്ലയോ വിദ്വൻ, അങ്ങന്ന് വിവാഹകാര്യത്തിൽ പരിശ്രമിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതിനാൽ അങ്ങുന്ന് ഉപകുർവാണൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ബ്രഹ്മചാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നൽകുന്നവളെ സ്വീകരിച്ചാലും. ഉപകുർവാണൻ എന്ന് പറഞ്ഞാൽ നൈഷ്ഠികൻ എന്നിങ്ങനെ ഉപകുർവാണൻ, നൈഷ്ഠികൻ എന്നിങ്ങനെ ബ്രഹ്മചാരികൾ രണ്ട് വിധത്തിലുണ്ട്. ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്നവർ വിദ്യാപരിസമാപ്തിക്ക് ശേഷം ഗുരുദക്ഷിണ ചെയ്തിട്ട് ഗുരുവിൻ്റെ അനുജ്ഞയോടെ ഒരു സ്നാനം ചെയ്യുന്നു. ഈ സ്നാനത്തോടെ സ്നാതകൻ ആകുന്നു. സ്വഗൃഹത്തിൽ മടങ്ങി വന്ന് സമാവർത്തനം എന്നിവ കഴിഞ്ഞ് അനുരൂപയായ കന്യകയെ പരിണയിക്കുന്നു. നൈഷ്ഠികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിഷ്ഠയോടെ ആ ഗുരുഗൃഹത്തിൽ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചിട്ട് കഴിയുന്ന ആളെ. ദ്വിവിധോ ബ്രഹ്മചാരി സ്യാദ് ആദ്യോപ്യുപകുർവാണകഃ ദ്വിതീയോ നൈഷ്ഠികശ്ചൈവ തസ്മിന്നേവ വ്രതേ സ്ഥിതഃ.
ദക്ഷസ്മൃതിയിൽ പറയുന്നത്. ഇത്തരം പ്രമാണങ്ങൾ അസംഖ്യമാണ്. ഉപകുർവാണൻ എന്ന പദത്തിന്റെ നിരുക്തി ഇപ്രകാരം ആണ്. പൂർവം ഗുരവേ കിഞ്ചിത് ഉപകുർവീത ധർമ്മവിത് സ്നാസ്യം സ്തു ഗുരുണാഞ്ജപ്ത ശക്തിയാ ഗുരുവർത്ഥം ആഹരേത്. ഗുരുകുലവാസകാലത്ത് ആ വിദ്യാർത്ഥി ഗുരുവിന് ദ്രവ്യരൂപത്തിലുള്ള യാതൊരു ഉപകാരവും ചെയ്തു പോകരുത്. വിദ്യാപരിസമാപ്തി കുറിക്കുന്ന സ്നാന സമയത്ത് ഗുരുവിന്റെ അനുജ്ഞാനുസാരേണ സ്വശക്തിക്കനുസരിച്ച് ഗുരുദക്ഷിണ ചെയ്യണം. ഉപകുർവീത എന്ന ശബ്ദത്തിൽ നിന്നാണ് ഉപകുർവാണൻ എന്നതിന്റെ ആഗമനം വന്നിരിക്കുന്നത്. അപ്പോ വിദ്വൻ ഞാനങ്ങേ വിവാഹത്തിന് ഉദ്യമിക്കുന്നവൻ എന്നതിനെ പറ്റി കേട്ടു. അങ്ങ് വേദാധ്യായന പര്യന്തം ബ്രഹ്മചര്യം സ്വീകരിച്ചവനാകയാൽ എന്നാൽ അർപ്പിക്കപ്പെട്ട ഇവളെ വേദാധ്യയന പര്യന്തം ബ്രഹ്മചര്യം സ്വീകരിച്ചവനാകയാൽ എന്നാൽ അർപ്പിക്കപ്പെട്ടവൾ ഇവളെ സ്വീകരിച്ചാലും എന്ന് പറയാണ്. വിദ്വാൻ ആയുള്ളവനെ എല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങയോട് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങൊന്ന് വിവാഹത്തിനൊരുക്കം ആണെന്നുള്ള വാർത്ത എല്ലാം അറിഞ്ഞു. അതുകൊണ്ട് വിവാഹ അവസരം വരെ മാത്രം ബ്രഹ്മചര്യം ദീക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ആ ഉപകുർവാണനായിരിക്കുന്ന അങ്ങന്ന് ശ്രദ്ധാപൂർവം എന്നാൽ നൽകപ്പെടുന്ന എൻ്റെ പുത്രിയെ പരിഗ്രഹിച്ചാലും ആണ്. അതഃ മേ ആത്മനഃ തേജഃ അല്ല ഹേ വിദ്വൻ ത്വാ അഹം വിവാഹാർത്ഥം സമുദ്യതം ആശൃണവം അതഃ ഉപകുർവാണഃ ത്വം മേ പ്രത്താം പ്രതിഗൃഹാണ. അപ്പൊ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ത്വം ച പരിണേതുകാമ ഇത്യശൃണ്വൻ അതഃ ഏനാം ഗൃഹാണ. അങ്ങനെ ആ ഇത് കഴിഞ്ഞ ബ്രഹ്മചര്യത്തെ അവസാനിപ്പിക്കും എന്ന് അറിഞ്ഞ് ഇത് കേട്ടിട്ട് ഈ തൻ്റെ പുത്രിയെ സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. അപ്പൊ അടുത്ത ശ്ലോകം. ഋഷിരുവാച ബാഢമുദ്വോഢുകാമോഹം അപ്രമത്താച തവാത്മജ ആവയോർ അനുരൂപോസാ വാദ്യോ വൈവാഹികോ വിധിഃ. ബാഢമുദ്വോഢുകാമോഹം അപ്രത്താച തവാത്മജ ആവയോർ അനുരൂപോസാ വാദ്യോ വൈവാഹികോ വിധിഃ. ബാഠം എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ. ബാഠം ഉദ്വോഢും കാമോ, ആ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനാകുന്ന ഞാൻ, അപ്രകാരം തന്നെ വിവാഹം ചെയ്യാൻ ഇച്ഛിക്കുന്നവനാകുന്ന ഞാൻ. കർദമ പ്രജാപതി പറയുകയാണ്, തവ ആത്മജ അങ്ങയുടെ മകൾ മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളാണ്. അതാണ് അപ്രത്ത, മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളാണ്. ഈ ആദ്യമായ വിവാഹത്തെ സംബന്ധിച്ച വിധി, ഈ വിധി നമുക്ക് ഇരുവർക്കും അനുയോജ്യം തന്നെ. ആവയോൾ അനുരൂപോ സാ വാദ്യോ വൈവാഹികോ വിധി. ഈ ആദ്യത്തെ വിവാഹത്തിന്റെ വിധി നമുക്ക് രണ്ടുപേർക്കും യോജിച്ചത് തന്നെ എന്ന് പറയണ കർദമ മുനി. അപ്പൊ ബാഠം അപ്രകാരം തന്നെ, അഹം ഞാൻ, ഉദ്വോഢുകാമഹ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനാകുന്നു, തവ ആത്മജ അങ്ങയുടെ മകൾ, അപ്രത്താച്ച മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളും ആണ്, അസൗ ആദ്യ ഈ ആദ്യമായ വൈവാഹിക വിവാഹത്തെ സംബന്ധിച്ച വിധി ആവയോഹോ നമുക്കിരുവർക്കും അനുരൂപ അനുയോജ്യമാണ്. ഒന്നുകൂടി പറയാം. ബാഠം അപ്രകാരം തന്നെ, അഹം ഞാൻ, ഉദ്വോഢുകാമഹ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനാകുന്നു, തവ ആത്മജ അങ്ങയുടെ മകൾ, അപ്രത്താച്ച മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളും ആണ്, അസൗ ആദ്യ ഈ ആദ്യമായ വൈവാഹിക വിവാഹത്തെ സംബന്ധിച്ച വിധി ആവയോഹോ നമുക്കിരുവർക്കും
അനുരൂപഃ അനുയോജ്യമാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം ബാഢം അഹം ഉദ്വോഢുകാമഃ തവ ആത്മജ അപ്രത്താച്ച അസൗ ആദ്യഃ വൈവാഹികഃ വിധിഃ ആവയോഃ അനുരൂപഃ. എന്നുകൂടി പറയാം. ബാഢം അഹം ഉദ്വോഢുകാമഃ തവ ആത്മജ അപ്രത്താ അസൗ ആദ്യഃ വൈവാഹികഃ വിധിഃ ആവയോഃ അനുരൂപഃ. അപ്രകാരം തന്നെ ഞാൻ ആ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനാകുന്നു. അങ്ങയുടെ മകൾ മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളും ആണ്. ഈ ആദ്യമായിരിക്കുന്ന വിവാഹത്തെ സംബന്ധിച്ച വിധി നമുക്കിരുവർക്കും അനുയോജ്യമാണ്. അപ്രകാരം തന്നെ ഞാൻ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനാകുന്നു. അങ്ങയുടെ മകൾ മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളും ആണ്. ഈ ആദ്യമായ വിവാഹത്തെ സംബന്ധിച്ച വിധി നമുക്കിരുവർക്കും അനുയോജ്യമാണ്. സ്വയംഭൂമനുവിൻ്റെ അഭ്യർത്ഥന കർദമൻ സ്വീകരിച്ചു എന്നാണ്. തനിക്ക് എല്ലാം കൊണ്ടും അനുരൂപയായിരിക്കുന്ന മനുപുത്രിയെ താൻ വിവാഹങ്ങളിൽ ആദ്യത്തേതായ ആ ബ്രാഹ്മത്തിൻ്റെ വിധിപ്രകാരം പാണിഗ്രഹണം ചെയ്യുവാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ശരി തന്നെ, ഞാൻ വിവാഹാർത്ഥിയാണ്. അങ്ങയുടെ പുത്രി മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടവളും അല്ല. ഞങ്ങളുടെ അനുരൂപമായ ഈ വിവാഹ വിധി ആദ്യത്തേതായി ഭവിക്കട്ടെ. ഋഷി പറഞ്ഞു, ശരി തന്നെ, മറ്റൊരാൾ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ പുത്രിയെ മറ്റൊരാൾക്ക് കൊടുക്കുവാനുള്ള നിശ്ചയം അങ്ങയാൽ ചെയ്യപ്പെട്ടിട്ടുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള വിവാഹ സംബന്ധമായിരിക്കുന്ന ഈ ചേർച്ചയ്ക്ക് യാതൊരു ന്യൂനതയും ഇല്ലാത്തതിനാൽ മുഖ്യമായിട്ട് തന്നെ ഗണിക്കാം. അങ്ങൊന്ന് പറഞ്ഞതിനെ ഞാൻ ഹൃദയപൂർവ്വം അംഗീകരിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ത്വം ച പരിണേതു കാമഃ ഇത്യശൃണ്വൻ അതഃ ഏനാം ഗൃഹാണ കർദമ ഉവാച അഹം പരിണേതു കാമ ഇതി ത്വദുക്തം സത്യം. ഞാൻ പരിണയം ചെയ്യാൻ ഇച്ഛിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്നത് സത്യമാണ്. അഹം പരിണേതു കാമ ഇതി ത്വദുക്തം സത്യം. അത ആവയോഃ സമാനോ വൈവാഹികോ വിധിർഭൂയാത്. ഇത് ആദ്യത്തെ ആ സമമായിരിക്കുന്ന ആ യോജ്യമായിരിക്കുന്ന വൈവാഹിക വിധി, വിവാഹത്തിൻ്റെ വിധിയായതുകൊണ്ട് വിധിർഭൂയാത് വിധിയായിട്ട് വന്നിരിക്കുന്നു. അതിനെ ഞാൻ സ്വീകരിക്കുന്നു. അത ആവയോഃ സമാനോ വൈവാഹികോ വിധിർഭൂയാത് എന്നാണ് ഇതിലെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. കാമഃ സ ഭൂയാൻ നരദേവ തേസ്യാഃ പുത്ര്യാഃ സമാംനായ വിധൗ പ്രതീതഃ കയേവ തേ തനയാം നാദ്രിയേത സ്വയൈവ കാന്ത്യാ ക്ഷിപതീം ഇവ ശ്രിയം. കാമഃ സ ഭൂയാൻ നരദേവ തേസ്യാഃ പുത്ര്യാഃ സമാംനായ വിധൗ പ്രതീതഃ കയേവ തേ തനയാം നാദ്രിയേത സ്വയൈവ കാന്ത്യാ ക്ഷിപതീം ഇവ ശ്രിയം. അല്ലയോ രാജൻ, നരദേവ എന്ന് പറഞ്ഞ രാജാവേ, അങ്ങയുടെ അസ്യാപുത്ര്യ ഈ പുത്രിക്ക് വേദോക്തമായിരിക്കുന്ന വിധിയിൽ പ്രസിദ്ധം ആയിട്ടുള്ള ആ അഭിലാഷം ഭവിക്കട്ടെ, വന്നു ചേരട്ടെ. ഈ വിധിയിൽ അഭിലാഷം വന്ന് ഭവിക്കട്ടെ. സൗന്ദര്യശോഭയാൽ അലങ്കാരശോഭയെ നിസ്സാരം ആക്കുന്ന അങ്ങയുടെ പുത്രിയെ ആരാണ് ആദരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കയേഷ തേ തനയാം നാദ്രിയെ, ആരാണ് അങ്ങയുടെ പുത്രിയെ ആദരിക്കാതിരിക്കുക? സ്വയൈവ കാന്ത്യ, സ്വന്തം ആ കാന്തി കൊണ്ട് ക്ഷിപതീം ഇവ ശ്രിയം, ആ അലങ്കാരശോഭയെ ക്ഷയിപ്പിക്കുന്നു, നിസ്സാരമാക്കുന്ന ഇവളെ ആരാണ് ആദരിക്കാതിരിക്കുക? കാമഃ സ ഭൂയാൻ നരദേവതേസ്യാഃ പുത്ര്യാഃ സമാംനായ വിധൗ പ്രതീതഃ ക ഏവ തേ തനയാം നാദ്രിയേത സ്വയൈവ കാന്ത്യാ ക്ഷിപതീം ഇവ ശ്രിയം. അതിൻ്റെ പദങ്ങൾ, ഹേ നരദേവ, അല്ലയോ രാജാവേ, രാജൻ, തേ അങ്ങയുടെ, അസ്യാഹ പുത്ര്യാഹ ഈ പുത്രിക്ക്,
സമാംനായ വിധൗ വേദോക്തമായ വിധിയിൽ സമാംനായ വിധൗ വേദോക്തമായ വിധിയിൽ പ്രതീതഃ പ്രസിദ്ധമായുള്ള സഹ കാമഃ ആ അഭിലാഷം ഭൂയാത് ഭവിക്കട്ടെ. സ്വയാ ഏവ കാന്ത്യ സ്വസൗന്ദര്യശോഭയാൽ ശ്രിയം അലങ്കാരശോഭയെ ക്ഷിപതിം ഇവ നിസ്സാരമാക്കുന്ന തേ തനയ അങ്ങയുടെ പുത്രിയെ കഹ ഏവ ആരാണ് ന ആദ്രിയേത് ആദരിക്കാതിരിക്കുക. എന്നുകൂടി പറയാം. ഹേ നരദേവ അല്ലയോ രാജൻ, തേ അങ്ങയുടെ അസ്യാഹ പുത്ര്യാഹ ഈ പുത്രിക്ക് സമാംനായ വിധൗ വേദോക്തമായ വിധിയിൽ പ്രതീതഃ പ്രസിദ്ധമായുള്ള സഹ കാമഃ ആ അഭിലാഷം ഭൂയാത് ഭവിക്കട്ടെ. സ്വയാ ഏവ കാന്ത്യ സ്വസൗന്ദര്യശോഭയാൽ ശ്രിയം അലങ്കാരശോഭയെ ക്ഷിപതിം ഇവ നിസ്സാരം ആക്കുന്ന തേ തനയാം അങ്ങയുടെ പുത്രിയെ കഹ ഏവ ആരാണ് ന ആദ്രിയേത ആദരിക്കാതിരിക്കുക. അന്വയം. ഹേ നരദേവ തേ അസ്യാഹ പുത്ര്യാഹ സമാംനായ വിധൗ പ്രതീതഃ സഹ കാമഃ ഭൂയാത് സ്വയാ ഏവ കാന്ത്യ ശ്രിയം ക്ഷിപതിം തേ തനയാം സ്വയം ക്ഷിപതിം ഇവ തേ തനയാം കഹ ഏവ ന ആദ്രിയേത. ഹേ നരദേവ തേ അസ്യാഹ പുത്ര്യാഹ സമാംനായ വിധൗ പ്രതീതഃ സഹ കാമഃ ഭൂയാത് സ്വയാ ഏവ കാന്ത്യ ശ്രിയം ക്ഷിപതിം ഇവ തേ തനയാം കഹ ഏവ ന ആദ്രിയേത. അല്ലയോ രാജൻ, അങ്ങയുടെ ഈ പുത്രിക്ക് വേദോക്തമായ വിധിയിൽ പ്രസിദ്ധമായുള്ള ആ അഭിലാഷം ഭവിക്കട്ടെ. സ്വന്തം സൗന്ദര്യശോഭയാൽ അലങ്കാരശോഭയെ നിസ്സാരമാക്കുന്ന അങ്ങയുടെ പുത്രിയെ ആരാണ് ആദരിക്കാതിരിക്കുക. അല്ലയോ രാജാവേ, അങ്ങയുടെ ഈ പുത്രിക്ക് വേദോക്തമായ വിധിയിൽ പ്രസിദ്ധമായുള്ള ആ അഭിലാഷം ഭവിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞ വിധത്തിലുള്ള അഭിലാഷം തന്നെ ഉണ്ടാവട്ടെ എന്നർത്ഥം. സ്വന്തം സൗന്ദര്യത്താൽ അലങ്കാരശോഭയെ നിസ്സാരമാക്കുന്ന അങ്ങയുടെ പുത്രിയെ ആരാണ് ആദരിക്കാതിരിക്കുക. രാജാവെ, അങ്ങയുടെ പുത്രിയുടെ മന്ത്രപ്രസിദ്ധമായ ആ പാണിഗ്രഹണം ഭവിക്കട്ടെ. തൻ്റെ ആ ദേഹകാന്തി കൊണ്ട് തന്നെ ആഭരണാദിവിശേഷ ശോഭയെ നിസ്സാരമാക്കുന്ന അങ്ങയുടെ പുത്രിയെ ആരാണ് ആദരിക്കാതിരിക്കുക. അല്ലയോ രാജൻ, പുത്രിയെ അനുരൂപവരന് നൽകണമെന്നുള്ള ആ വേദവിധിയെ അനുസരിച്ചു കൊണ്ടുണ്ടായിട്ടുള്ള അങ്ങയുടെ ന്യായമായ ആഗ്രഹം ആ വിധം തന്നെ ഭവിക്കട്ടെ എന്നു തന്നെയല്ല, ആ വിവാഹത്തിന് ആഗ്രഹിക്കുന്ന എനിക്കിതൊരാഗ്രഹവും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ ആ ചക്രവർത്തിയുടെ പുത്രിയായ ഇവൾക്ക് സ്വതവേയുള്ള ദേഹകാന്തി ആ ആഭരണശോഭയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് വിളങ്ങുന്നു. അപ്രകാരമുള്ള ഈ പുത്രിയെ ആർ തന്നെ ആദരപൂർവ്വം സ്വീകരിക്കുകയില്ല. ബുദ്ധിശക്തിയുള്ളവർ ഒരുവനാണെങ്കിൽ സ്വീകരിക്കും നിശ്ചയം. അപ്പോൾ അംഗകാന്ത്യാശ്രിയ അംഗകാന്തികളെ കൊണ്ട് ആ ശ്രീ ക്ഷിപതിം ഇവതേ കന്യാം കോ ആ അലങ്കാരങ്ങളെ നിസ്സാരം ആക്കുന്ന ഇവരുടെ അലങ്കാരശോഭയെ നിസ്സാരമാക്കുന്ന ഇവരുടെ തേ കന്യാം അങ്ങയുടെ പുത്രിയെ കോനാദ്രിയെ ആരാണ് അനാദരിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. അഹം പരിണേതു കാമ ഇതി ത്വദുക്തം സത്യം അത ആവയോഃ സമാനോ വൈവാഹികോ വിധിർഭൂയാത് അംഗകാന്ത്യാ ശ്രിയം ക്ഷിപതിം ഇവ തേ കന്യാം കോ നാദ്രിയേത. അംഗകാന്ത്യാ ശ്രിയം ക്ഷിപതിം ഇവ തേ കന്യാം കോ നാദ്രിയേത. അപ്പോൾ ഈ 16ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ.